ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അതായത് അയാട്ട എന്ന് പറയും. നമ്മുടെ വിമാന സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു അസോസിയേഷനാണ്. സർ, കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. നമ്മുടെ വിമാന സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ ചർച്ച നടത്താനാണ് അത്തരമൊരു മീറ്റിംഗ് എന്നത് അറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൂടുതലായും ചർച്ച ചെയ്തത്? നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു വിമാന സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടോ? ഇത് ഒരു നീതു, ഇതൊരു ഇന്ത്യയുടെ പ്രശ്നമല്ല, ഇതൊരു വലിയ മേജർ പ്രശ്നമാണ്. ഈ അയാട്ട എന്ന് പറയുന്ന സുരക്ഷാ ഇതിനുള്ള മീറ്റിംഗ് അല്ല, അത് അവരുടെ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ്. ഇവര് എല്ലാ വർഷവും നടത്തുന്ന ഒരു മീറ്റിംഗ് ഇപ്രാവശ്യം ഡൽഹിയിൽ വെച്ചാണ് നടത്തുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, ഈ ട്രാവൽ ഏജൻസികളുടെ അവരെ നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷൻ. അപ്പോ അതിനകത്ത് അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇപ്രാവശ്യം ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. മെയ് 1 മുതൽ 3 വരെയുള്ള തീയതികളിലായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞത്, മെയ് അല്ല, ജൂൺ 1 മുതൽ 3 വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഈ വിമാന സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മളെല്ലാവരും വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, മിക്കവാറും എല്ലാവരും. ചിലർക്ക് ഭയങ്കര ഭയമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പലപ്പോഴും ഇതേക്കുറിച്ച് ആശങ്കയുള്ളവരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കുറവ് എന്നാണ് എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് മാറുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതേക്കുറിച്ചായിരുന്നു ഇവരുടെ ഇത്തരം ഈ ഡിജിറ്റൽ ഭീഷണികൾ ഇന്ന് വിമാനയാത്രയ്ക്കുണ്ട് എന്നുള്ള ഒരു സങ്കല്പം. അതേക്കുറിച്ചായിരുന്നു ഇതിനകത്ത് ധാരാളം വ്യോമയാന സുരക്ഷയെ കുറിച്ച് ഒരുപാട് പ്രാധാന്യം ഇവിടെ നടന്ന ഈ AGM 3 ദിവസമായി നടന്ന AGM മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. എന്താണ് പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം? നിങ്ങൾ ഈ GPS സ്പൂഫിംഗ് അല്ലെങ്കിൽ GPS ബ്ലോക്കിംഗ് എന്നൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. വളരെ ഈ വിമാനങ്ങൾക്ക് എന്താണ് GPS? നമുക്കറിയാലോ, നമ്മുടെ കാറിൽ ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ടാവും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? GPS, ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെ? ആ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അതിന് പറയുക. നിങ്ങൾ എവിടെയാണെന്നുള്ള സാറ്റലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് GPS വഴി അറിയാൻ പറ്റും. ഇതുപോലെ വിമാനങ്ങൾക്ക് ഇവിടെ നിന്ന്, ഇപ്പൊ എറണാകുളത്ത് നിന്ന് ഡൽഹിക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്, നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ പോണത് എന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഈ GPS ആണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് ഈ പ്ലെയിനിൽ കയറാൻ നേരത്ത് ടേക്ക് ഓഫിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടണം എന്ന് പറയുന്നത്, ഒന്ന് ഈ GPS സിസ്റ്റവുമായിട്ട് ഇന്റർഫിയറൻസ് വരാതിരിക്കാനാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ച് അങ്ങനെ വരാതിരിക്കാനാണ്. 2, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ പ്രശ്നം വരാതിരിക്കാനാണ്. അപ്പോൾ ഈ GPS എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഹൈറ്റ്, അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് അറിയുന്നത് GPS വഴിയാണ്. പക്ഷേ ഇപ്പം പുതിയ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശത്രു രാജ്യങ്ങളുടെ ഈ ഭാഗങ്ങളിലെ ഈ GPS സംവിധാനം സ്പൂഫ് ചെയ്യുക എന്ന് പറയും, അല്ലെ തകരാറിലാക്കുന്ന ഒരു പരിപാടി, അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ തെറ്റിക്കുക, തെറ്റായ വിവരങ്ങൾ നൽകുക, അങ്ങനെ ഈ വിമാനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത പുതിയതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊരു വലിയ ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു ആശങ്കയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ സാധാരണ വിമാനങ്ങളുടെ ഈ സിവിൽ എയർലൈൻസ് അല്ലെ, അതിന്റെ നാവിഗേഷൻ സംവിധാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പണ്ട് ഒരു തിയറി മാത്രമാണ്, വേണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പണ്ട് പറയും. പക്ഷെ ഇന്നിപ്പോ അതൊരു തിയറിയിൽ നിന്ന് മാറി വെറും ഒരു സിദ്ധാന്തത്തിൽ മാറി അത് ആക്ച്വലി ഒരു റിയൽ വേൾഡിലെ ത്രെട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ ലോകത്ത് നിലവിലുള്ള ഒരു ഭീഷണിയായി അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ തന്നെ വടക്കൻ അതിർത്തികളിൽ പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നാണ് അവർ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡൽഹിയിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിൽ തന്നെ ഈ ആഗോള വ്യോമയാന സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി പ്രതീകാത്മകമായി ഡൽഹി മാറിയത്. നമുക്ക് മനസ്സിലാവും, 2023 അവസാനത്തിനും 2025 തുടക്കത്തിനും ഇടയ്ക്ക് ഇന്ത്യയിൽ തന്നെ 465 GPS സ്പൂഫിംഗ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് GPS ഇന്റർഫറൻസ് കേസസ് എന്നാണ് പറയുക.
അതായത് നമ്മുടെ വിമാനങ്ങളുടെ വഴി തെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 2023 അവസാനത്തിൽ നിന്നും 2025 തുടക്കത്തിനുള്ള ഏകദേശം ഒരു 14-15 മാസങ്ങൾക്കകത്ത് 465 കേസുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ അമൃത്സറിന്റെയും ജമ്മുവിന്റെയും വ്യോമാതിർത്തിക്കുള്ളിലാണ് സംഭവിച്ചിരിക്കുക. അപ്പൊ അതിന്റെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇത് പാകിസ്ഥാനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇപ്രാവശ്യം 2 യാത്രാ വിമാനങ്ങളെ അവര് ഇന്ത്യയിലെ മിസൈലുകൾ ബ്ലോക്ക് ചെയ്യാനായി ഉപയോഗിച്ചു എന്ന്, റാൻസം പോലെ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമാണ് ഈ പാകിസ്ഥാന്റെ ഇത്തരം തന്ത്രങ്ങൾ മെനയുന്നവർ. അപ്പൊ ഈ നമ്മുടെ അടുത്ത കാലത്ത് വേറൊരു ഫ്ലൈറ്റ് നമ്മുടെ ഇവിടുന്ന് തന്നെ പോയ മഴയത്ത് അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോമിൽ ഇടിച്ചിറങ്ങി, അല്ലെങ്കിൽ അതിന്റെ മുൻവശത്തിന് കേടുപറ്റിയ കാര്യമൊക്കെ നമുക്കറിയാം. ആ സമയത്ത് ഒന്ന് പാകിസ്ഥാനിൽ ലാഹോറിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ അനുമതി നിഷേധിച്ചു. അപ്പൊ ഇവര് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. എത്ര പേർക്ക് മരണം സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പാകിസ്ഥാന്റെ അതിർത്തിയോടടുത്ത് ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. ഈ അമൃത്സർ ജമ്മു വിമാനത്താവളങ്ങളുടെ അതിർത്തിയിൽ, വ്യോമാതിർത്തിയിൽ. ഇത് ഇവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഇത്തരം സ്പൂഫിംഗ് സംഭവങ്ങളിൽ 500% വർധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട്. ഇതിന് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഉക്രൈൻ, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ പോലുള്ള സംഘർഷ സാധ്യതയുള്ള മേഖലകളിലാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളികൾ ധാരാളം പേര് റഷ്യ, പിന്നെ ഈ ഭാഗങ്ങളിൽ പോകാറുണ്ട്, ഗൾഫ് ഭാഗങ്ങളിൽ പോകാറുണ്ട്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ ഇതിന്റെ ഒരു വലിയ മേജർ പ്രശ്നമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് ഈ സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ ഇത് 175% ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്പൂഫിങ്ങിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്. ഒരു ദിവസം ഈ ലോകത്ത് 1500 സ്പൂഫിംഗ് ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടാണ് ആളുകൾ, ഈ അയാട്ട പോലുള്ള ഏജൻസികൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ഒരു ദിവസം 1500 സ്പൂഫിംഗ് ആക്രമണങ്ങൾ, അതായത് വിമാനങ്ങളെ ബോധപൂർവം വഴിതെറ്റിക്കാനുള്ള 1500 ആക്രമണങ്ങൾ ഒരു ദിവസം നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞാൽ, ഈ മേഖലകളെ ഒഴിവാക്കാൻ പലപ്പോഴും വിമാന കമ്പനികൾ അവരുടെ ഫ്ലൈറ്റ് പാതകൾ മാറ്റാറുണ്ട്. മാത്രമല്ല, തത്സമയത്തെ സ്ഥിതി എന്താണെന്നുള്ള റിയൽ ടൈം അപ്ഡേറ്റ്സ് എന്ന് പറയും, അതുമൊക്കെ ചെയ്താണ് തൽക്കാലം ഇതിനകത്ത് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്ക് ഇതിനു മുമ്പ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അസർബൈജാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 8243 എന്ന് പറയുന്ന ഡിസംബർ 2024 ഈ GPS-ന്റെ സ്പൂഫിംഗ് ഈ തടസ്സപ്പെടുത്തിയത് കൊണ്ട് ആദ്യത്തെ മരണമുണ്ടാക്കിയ ക്രാഷാണ്. അതായത് ഫസ്റ്റ് കൺഫേംഡ് ഫേറ്റൽ ഇൻസിഡന്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സിഗ്നൽ നഷ്ടപ്പെട്ടു, അത് റഷ്യയുടെ ബോർഡർ കടന്ന് കയറി. ഈ സിഗ്നൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ ഇത് എവിടോട്ടാണ് പറക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ റഷ്യയുടെ ബോർഡർ കടന്ന് കയറി അവർ വിമാനം വെടിവെച്ചിട്ടു. അങ്ങനെ എന്തോ പ്രശ്നം പറ്റി, എന്തായാലും 38 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുന്നേ വേറൊരു സംഭവം, ഇറാന്റെ ഒരു വിമാനവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മുമ്പ് സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 301 എന്ന് പറയുന്ന ഒരെണ്ണം തുർക്കിയിലെ അങ്കാറയിൽ അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്നു, ഇതിന്റെ GPS-ന് പ്രശ്നം വന്നിട്ട്. അപ്പൊ ഇതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എത്രയൊക്കെ അതിനെ നേരിടാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പൊ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, നിരവധി വാണിജ്യ ഫ്ലൈറ്റുകൾ ഇതുപോലുള്ള അപ്രതീക്ഷിതമായി വഴിമാറി പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ അവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വഴിമാറി പോകുന്നു. ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. വിമാനം നമ്മൾ ആരും പറത്തിയില്ലെങ്കിൽ തന്നെ വിമാനം സ്വയം പറക്കും. ആ ഓട്ടോ പൈലറ്റ് മോഡിലിട്ടാൽ അതിന് തടസ്സങ്ങൾ സംഭവിക്കുന്നു, അത് ഓഫായി പോകുന്നു. അതുപോലെ ഇതൊക്കെയുള്ള പ്രശ്നം എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആകാശത്ത് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വഴി മാറി പോകുമ്പോഴത്തേക്ക് ഇന്ധന ചെലവെന്ന് പറയുന്നത് വളരെയധികം കൂടും. അപ്പൊ മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രക്കാരുടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊതുവെ തന്നെ വിമാനയാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. അപ്പം വിമാനയാത്രക്കാരുടെ ആശങ്ക വളരെയധികം വർദ്ധിക്കും, അവർക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പൊ അത് ഈ പാസഞ്ചർ സ്ട്രെസ് എന്നാണ് അതിനെ അറിയപ്പെടുക. അത് വളരെ മോശം സിറ്റുവേഷനാണ്.
ഇന്ത്യയിൽ എന്തായാലും ഇതുവരെ ഒരു യാത്രാ വിമാനത്തിനകത്ത് ഇത്തരം ഒരു ആളപായം ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ അതിന് ധാരാളം കൗണ്ടർ മെഷേഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ ഇത്തരം ഇപ്പൊ സിറിയ, റഷ്യ, ഉക്രൈൻ അതിർത്തി ഇതൊന്നും ഇവിടെ കൂടെ ഒന്നും അവർ പോകത്തേ ഇല്ല. അപ്പൊ അവർ ആ റൂട്ട് മാറ്റിപ്പോകും. അപ്പൊ അവർക്ക് ഒരുപാട് ചെലവ് കൂടുതലാണ്. അപ്പം ഈ സ്പൂഫിംഗ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയും, ഇതിന്റെ ഏറ്റവും ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ വഴിമാറിപ്പോകും. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ വിമാന കമ്പനികൾ അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഈ അയാട്ട ആവശ്യപ്പെട്ടത്, ഈ ഡൽഹി സമ്മേളനത്തിന് ആവശ്യപ്പെട്ടത് ഈ പ്ലെയിനുകളുടെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ്, OEM എന്ന് പറയും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, എയർബസ്, ബോയിങ്, ഇവരൊക്കെയാണ്. അപ്പൊ ഇവര് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരണം. ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വിമാനത്തിൽ ഉൾപ്പെടുത്തണം. ഒരു കാരണവശാലും വിമാനത്തിലെ GPS-നെ വഴിതെറ്റിച്ച് വിടാനുള്ള സംവിധാനങ്ങൾ അനുവദിക്കാൻ പാടില്ല. അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഇതാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ, അത് വിമാന കമ്പനികളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ടാകണം. അല്ലാതെ എയർലൈൻസ് നടത്തിയാൽ പോരാ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് പറഞ്ഞത്, ഇത്തരം പ്രോട്ടോകോൾ, ഗ്ലോബൽ ഏവിയേഷൻ GPS ഇന്റർഫറൻസ് പ്രോട്ടോകോൾസ് തയ്യാറാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 സംഘടനകളാണ്, ICAO എന്ന് പറയുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും EASA, യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സൊസൈറ്റി സേഫ്റ്റി ഏജൻസി, ഇവർ രണ്ടുപേരുമായിട്ട് ചേർന്ന് അയാട്ട ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും വേണ്ടി വരും എന്ന് തീരുമാനിക്കാനാണ്, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഈ സമ്മേളനം പ്രധാനമായിട്ടും തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ വ്യോമയാന അധികാരികൾ എന്തൊക്കെ ചെയ്യണമെന്നും കൂടി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിന്റെ ചാൻസ് കൂടി വരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ ഇനേർഷ്യൽ നാവിഗേഷൻ ബാക്കപ്പ് എന്ന് പറയുന്നത്, അതായത് GPS-ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും വേറൊരു സംവിധാനമുണ്ട്, ഇനേർഷ്യൽ നാവിഗേഷൻ ബാക്കപ്പ് എന്ന് പറയുന്നത്. ADSB, അതായത് ഓട്ടോമാറ്റിക് ഡിപ്പെൻഡന്റ് സർവീസസ് ബ്രോഡ്കാസ്റ്റ്, ഇതൊക്കെ ഡിഫറെന്റ് സിസ്റ്റമാണ്. സ്പൂഫിന്റെ ഡിറ്റക്ഷൻ, അത് കണ്ടെത്തി അതിനെ തടയുക എന്നുള്ളത്, പൈലറ്റുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കുക, ഇതൊക്കെ ഇന്ത്യൻ സംവിധാനങ്ങൾ, ഇന്ത്യൻ വ്യോമയാന അധികാരികൾ അടിയന്തരമായിട്ട് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഇത്തരം കള്ളക്കളികൾ കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വിമാനങ്ങളെ വഴിതെറ്റിച്ചു വിടാനുള്ള സാധ്യതയുണ്ട്. വിമാനങ്ങളെ വഴിതെറ്റിച്ച് അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇനി അവിടെ അത്തോട്ട് പറന്നു കയറി, നമ്മളിപ്പം അവരുടെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് വെടിവെച്ചിടാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ പേരും പറഞ്ഞ് ഇപ്പൊ വേറെ തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനമാണ്, ഡിജിറ്റൽ ഭീകര പ്രവർത്തനമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി കൃത്യമായ നടപടികൾ എടുക്കണമെന്നാണ് അടിയന്തരമായിട്ട് അയാട്ടയുടെ ആനുവൽ ജനറൽ ബോഡി ഈ സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അതാണ് ഇതേക്കുറിച്ച് പറയാം. യെസ്, എന്തായാലും അയാട്ടയുടെ ഒരു സമ്മേളനം ഡൽഹിയിൽ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, ജൂൺ ആദ്യ ദിവസങ്ങളിലായിട്ടാണ് കഴിഞ്ഞത്. GPS ഒരു വിധത്തിലും GPS സംവിധാനത്തിന് ഒരു വിധത്തിലും തടസ്സമുണ്ടാകരുത് എന്നുള്ളതായിരുന്നു സമ്മേളനം, അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.